അപ്പോൾ ചങ്ങായിമാരെ, ടേസ്റ്റി എഫ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബീഫ് പെപ്പറൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ബീഫ് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം, അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന കുരുമുളകിൻ്റെ ആ ഒരു വൈബും നമുക്ക് കിട്ടണം. എന്നാ വരി വീഡിയോ കാണാം. നമ്മുടെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റിന്, പെപ്പർ ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ട് 500 ഗ്രാം ബീഫ് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പെരിഞ്ജീരകവും 2 ടീസ്പൂൺ ഉലുവയും നമുക്ക് ചേർത്ത് കൊടുക്കണം. അതുപോലെ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് കൊടുക്കണം. 2 തണ്ട് വേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് 7 വിസിൽ വരുന്നവരെ വേവിക്കണം. പല ബീഫും വേവ് പലതാണ്, അതുപോലെ തന്നെ കുക്കറിന്റെ വിസിലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻ്റ് ഒക്കെ ഉണ്ടാവും. 7 വിസിൽ വന്നാൽ ഏകദേശം 85-90% ഇത് വേവും. ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളി വേണം. അതുപോലെ തന്നെ 250 ഗ്രാം ചെറിയ ഉള്ളി വേണം. 6 പച്ചമുളക് വേണം. വലിയൊരു കഷ്ണം ഇഞ്ചി വേണം. 12 അല്ലി വെള്ളുള്ളിയും വേണം. ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. ഇഞ്ചിയും വെള്ളുള്ളിയും പച്ചമുളകും ചേർത്ത് ചതച്ചും വെക്കുക. ഒരു കടായി വെച്ച് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും തക്കാളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 2 തണ്ട് വേപ്പിലയും കൂടി ചേർത്ത് വഴറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞളും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ 1/2 ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടല് 1 ടീസ്പൂൺ ഉപ്പുമായി 1 ടീസ്പൂൺ മഞ്ഞളുമായി നല്ലപോലെ വഴറ്റുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഇറച്ചി മസാലയും ചേർക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് ആഡ് ചെയ്ത ശേഷം 7 മിനിറ്റ് വേവിച്ചെടുക്കണം. അതിനുശേഷം ഒരു കടായി വെച്ചിട്ട് 2 ചെറിയ കറുവപ്പട്ടയും 3 ഗ്രാമ്പുവും 3 ഏലക്കായും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇതിപ്പം 7 മിനിറ്റ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളം ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും ചേർക്കുന്നതോടൊപ്പം 1.5 ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 ആക്കാം, 2.5 ആക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, ഫ്രഷ് കുരുമുളക് പൊടിച്ചെടുക്കണേ, ക്രഷ് ചെയ്തെടുക്കണം. ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അതും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശകലം പുതിനയും ശകലം മല്ലിച്ചപ്പും ശകലം വേപ്പിലയും ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളെടുത്തിട്ട് കഴിക്കാം. ഇത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബും ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരും വരെ ടിൽ ദെൻ ലിവ് വെൽ, ലിവ് സ്ട്രോങ്. ടാറ്റാ.